വീട് രണ്ട് ഗ്രൂപ്പായോ? സിജോ, നന്ദന, സായി, ജാസ്മിൻ, അപ്സര, അർജുൻ, അതുപോലെ അൻസിബ, ഋഷി, അഭിഷേക് രണ്ടിടത്തും ഉണ്ട്. ഇങ്ങനെ വല്ലതാണോ? ഇനി ജിൻഡോയും നന്ദനയും കൂടെ അടിച്ചു പിരിയിക്കാൻ വേണ്ടി സിജോ കുറെ കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, ഗെയിമുകളൊക്കെ ഇറക്കുന്നുണ്ട്. BB ന്യൂസ് ബുള്ളറ്റിൻ പിന്നെയും വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം എന്നാൽ ജിൻഡോയുടെ കാര്യം പറയാം. ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് വീട്ടിനകത്ത് ലൈവിൽ. അൻസിബ, ഋഷി, ജിൻഡോ, അതിനകത്ത് ശ്രീതു ഉണ്ട്, അഭിഷേകും ഉണ്ട്, ശ്രീതു ഉണ്ട്. അതുപോലെ ഇപ്പുറത്ത് സിജോ, നന്ദന, ജാസ്മിൻ, സായി, അപർണ. ഇവർ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത്. അഭിഷേക് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പുറത്തേക്ക് പോവും. എന്തായിരുന്നാലും ഗ്രൂപ്പ് കളിയും ചെറുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. BB ന്യൂസ് ഇന്ന് പുതുതായിട്ട് പ്രൊമോ വന്നിട്ടുണ്ട്. BB ന്യൂസിൻ്റെ അപ്സരയാണ് ന്യൂസ് വായിക്കുന്ന ആള്. റിപ്പോർട്ടേഴ്സ് സായി, സിജോയാണ്. അതിൻ്റെ പ്രൊമോയാണ് വന്നേക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ജിൻഡോയുടെ കാര്യം, അതായത് ടാസ്ക് കഴിഞ്ഞ ശേഷം എനിക്ക് കൃത്യമായിട്ട് എനിക്കത് അറിയില്ല, പക്ഷേ ഇതാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതായത് ജിൻഡോ പറഞ്ഞത്, എനിക്ക് എൻ്റെ കയ്യിൽ 20 എണ്ണം ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ അപ്പുറത്ത് ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് അറിയത്തില്ല, 20 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു കട്ടകൾ എന്നാണ് തോന്നുന്നത് കേട്ടോ പറയുന്നത്. അപ്പോൾ സിജോ ഓടിപ്പോയിട്ട് കട്ടകളുടെ എണ്ണം നോക്കുകയും അതിൻ്റെ ഇടയിൽ കൂടെ നന്ദനയുടെ പേരെടുത്ത് അഭിഷേക് പറയുകയും ചെയ്തു. അങ്ങനെ എന്തോ അല്ലേ, അഭിഷേക് പറയുകയും ചെയ്തു. അപ്പോൾ നന്ദന വന്നിട്ട് ജിൻഡോയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. താൻ എന്താ അണ്ണാക്കി, താൻ തന്നെ തൊണ്ട അടച്ചു വെക്ക് എന്ന് പറഞ്ഞ് നന്ദന ജിൻഡോയോട് കൂടി ഇതായി. ഇപ്പം ജിൻഡോ നന്ദനയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ജിൻഡോ പറഞ്ഞത് 20 കട്ടയുടെ കാര്യമാണ്. സത്യം 20 കട്ടയില്ല, 7 കട്ടയേ ഉള്ളൂ ശരിക്കും ജിൻഡോയുടെ കയ്യിൽ ബാക്കി വന്നത്. ടാസ്ക് കഴിഞ്ഞിട്ട് ജിൻഡോ രണ്ടാമതാണല്ലോ. സോ 20 കട്ടയിൽ ജിൻഡോ പറഞ്ഞു അത് 7 കട്ടയാണ് ശരിക്കും. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു, എന്നാൽ ജയിക്കാമായിരുന്നു എന്നൊക്കെ ജിൻഡോ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അഭിഷേക് നന്ദനയുടെ പേരെടുത്തിട്ടു, അത് സിജോ എടുത്തിട്ടു. അപ്പോൾ അവിടെ നന്ദന വന്നിട്ട് അത് മനസ്സിലാക്കാതെ ജിൻഡോയോട് കയറി തട്ടിക്കയറി. അങ്ങനെയാണ് ചെറിയൊരു വഴക്ക് നടന്നത് അവിടെ. അത് കറക്റ്റായിട്ട് ഇന്ന് എപ്പിസോഡിൽ പറയും ഞാൻ. അപ്പോഴേ കുറച്ചും കൂടെ ഒന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാനുണ്ട്. അപ്പോൾ കാണിച്ചാൽ അപ്പോൾ നന്ദന വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ തൊണ്ട അടച്ചു വെക്കെന്ന് പറഞ്ഞു. പിന്നെയാണ് നന്ദന അറിയുന്നത് നന്ദനയുടെ പേര് പറഞ്ഞിട്ടില്ല ജിൻഡോ, അത് പറഞ്ഞത് അഭിഷേകാണെന്ന്. എന്നാ പിന്നെ സോറി. അപ്പോൾ ഋഷി പറഞ്ഞു ഇങ്ങനെയാണോ ഈ സോറി പറയണത്? അങ്ങനെ അവിടെ അവർ തമ്മിലൊരു ഇതുണ്ടായി. അത് സിജോ നന്ദനയെ മാറ്റി നിർത്തി കുറച്ച് സംസാരിക്കും. ശരിക്കും പറഞ്ഞാൽ സിജോ വന്നപ്പോൾ തന്നെ നന്ദനേനെ സ്വന്തം ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ശ്രദ്ധിച്ചെന്നറിഞ്ഞില്ല. സിജോ തിരിച്ചു വന്നല്ലോ, റെസ്റ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം നന്ദനേനെയാണ് ആദ്യം പിക്ക് ചെയ്തത്. അത് നോറയ്ക്ക് എഗൻസ്റ്റായിട്ട് കളിക്കാനാണോ എന്തെന്നറിയില്ല, പക്ഷേ നന്ദനേനെ കൂടെ നിർത്തി കളിപ്പിക്കാൻ സിജോ ആഗ്രഹിക്കുന്നുണ്ട്. അത് സായി ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ ഞാനിപ്പോൾ ഒരു പോൾ ഇട്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഞാൻ ഋഷീനെ അപ്സരയെ മാറ്റി നിർത്തിയത് വേറൊന്നും കൊണ്ടല്ല. അവരിപ്പോൾ ഈ പോളിനകത്ത് താഴെ നിൽക്കുന്നുണ്ടാണ്. 5 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ അവരെയും കൂടി ഇട്ടിട്ട് ഒരു ഓപ്ഷൻ ഇടാം. സോ ഋഷിയുടെ ആൾക്കാർ വിഷമിക്കേണ്ട, ഞാൻ അങ്ങനെ മാറ്റിയിട്ടതല്ല. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ മാറ്റണമെന്ന് വെച്ചപ്പോഴത്തേക്ക് നിലവിൽ ആദ്യത്തെ പോളിൽ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന സായിനെയൊന്നും ഞാൻ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. എല്ലാവരും ഇട്ട് നോക്കണമല്ലോ. അപ്പോൾ തൽക്കാലം ഞാൻ ഋഷീനെയും അപ്സരേനെ മാറ്റി നിർത്തി 5 പേരെ ഓപ്ഷനിലുള്ളൂ. അങ്ങനെ മാറ്റി നിർത്തിയതാണ്. അപ്പോൾ ഈ പോളിനകത്ത് ഞാൻ ഒരു 2 മണിക്കൂർ മുന്നേ ഇട്ട പോളാണ്. അതിൽ ആദ്യം ഞാൻ പെൺകുട്ടികളെ വെച്ച് പോളിട്ടു. ജാസ്മിൻ, അൻസിബ, നന്ദന, നോറ, ശ്രീതു. അപ്സരേനെ വെച്ചില്ല. അതിനകത്തിപ്പോൾ നോറേനെ നന്ദനയെ കാട്ടി പോളിൽ കുറഞ്ഞ് ഇത് കാണുന്നു. ഇഷ്ടപ്പെട്ട ഗെയിമറെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദനെയാണ് നോറയെ കാട്ടി ആൾക്കാർക്ക് ഇഷ്ടം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ പോളിൽ വരുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ അവിടുത്തെ വോട്ട് വ്യത്യാസം വരും. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കാര്യമൊന്നുമല്ല, ഇടയ്ക്കുള്ള വോട്ടുകൾ ചിലപ്പോൾ നോറയ്ക്ക് നന്ദനെക്കാട്ടിയും വോട്ട് അവിടെ കിട്ടും ഹോട്ട്സ്റ്റാറിൽ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടൊന്നും ആരും അന്തിമ തീരുമാനത്തിലൊന്നും എത്തരുത്. ഇപ്പോൾ ശ്രീധുവിന് മറ്റേ പഴയ ആരാണ് ഔട്ടാകും നോമിനേഷൻ പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നോമിനേഷൻ പോൾ ഇട്ടതിൽ 6 മണിക്കൂർ മുന്നേ ഇട്ട പോളാണ്. ജിൻഡോ, അൻസിബ, അർജുൻ, ശ്രീതു, അപ്സര എന്ന് പറഞ്ഞൊരു പോൾ ഇട്ടായിരുന്നു. അതിൽ ശ്രീധുവിന് വോട്ട് കുറഞ്ഞ് കാണുന്നുണ്ടേ, പക്ഷേ ശ്രീധുവിന് ഹോട്ട്സ്റ്റാറിൽ വോട്ട് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഈ യൂട്യൂബ് പോൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത് കറക്റ്റാണെന്ന് ഇതാക്കരുത്. ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന ശരിക്കുള്ള വോട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അപ്സരയ്ക്ക് 8% കാണിക്കുന്നത്, ശ്രീധുവിന് 6%. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ശ്രീധുവിന് വോട്ട് കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തത് ഇട്ടത്. അതിനകത്ത് അപ്സരയും ഋഷിയാണ് ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ 2 പേരെയും മാറ്റിയത്. അപ്പം നിലവിൽ ഗേൾസിൽ ജാസ്മിനെ കടത്തിവെട്ടി അൻസിബ. ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്,
ജിൻജോനെയും കൂടെ ഇടണം, എന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് ശരിക്കുമുള്ള അല്ല. പെൺകുട്ടികളിൽ ശരിക്കും പറഞ്ഞ ജാസ്മിനെ ഇവിടെ കടത്തിവിട്ടു. ജാസ്മിന് 34% ജാസ്മിനുള്ളൂ, 52% ഉണ്ട് അൻസിബയ്ക്ക്. അത് അൻസിബ കടത്തിവിട്ടിരിക്കുകയാണ് ജാസ്മിനെ പെൺകുട്ടികളുടെ പോളിൽ. ഇനി അടുത്തത് ആൺകുട്ടികളുടെ പോൾ ജിൻജോ, അർജുൻ, അഭിഷേക്, സിജോ, സായി. അതിനകത്ത് ഋഷി ഇടുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഋഷിക്ക് സായിയെക്കാട്ടിയും പോളിൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. എന്നാൽ സായിയാണ് ഏറ്റവും പിറകി നിൽക്കുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജിൻജോയാണ്, 54%, അർജുൻ 18%, അഭിഷേകിനും 15% ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഈ അഭിഷേക് അൻസിബ ഇവർ തമ്മിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു മത്സരം ഉണ്ടാവും. അഭിഷേക് ആൻഡ് അൻസിബ ഇവർ തമ്മിലാണ് ടോപ്പ് 6 ഡിസൈഡിങ് ഫാക്ടേഴ്സൊക്കെ വരുന്നത് കേട്ടോ. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കുറച്ചും കൂടെ കഴിയട്ടെ. നിലവിൽ നമുക്ക് ഇപ്പോഴും ടോപ്പ് 5 ടോപ്പ് 6 കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം കുറച്ചും കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങൾ. സിജോ ഇവിടെ ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട് നന്ദനെ വെച്ചിട്ട്, ജിൻജോയ്ക്കെതിരായിട്ട്. പല രീതിയിലും പല ആൾക്കാരും ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.